വെൽക്കം ടു മാത്സിയോൺ. മാത്സിയോണിൻ്റെ ലാസ്റ്റ് മിനിറ്റ് സീരീസിലെ ഫസ്റ്റ് വീഡിയോ ആണിത്. മെട്രിസസ് ആൻഡ് ഡിറ്റർമിനൻസ് എന്ന് പറയുന്ന പോർഷനിലെ പല കോമ്പറ്റേറ്റീവ് എക്സാംസിനും കണ്ടുവരുന്ന ചില ക്വസ്റ്റ്യൻസിൻ്റെ സൊല്യൂഷൻസ് ആണ് നമ്മൾ ഈ വീഡിയോയിൽ കൂടെ ചെയ്യുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇഫ് എ ബി സി ഈക്വൽ ടു 1 ദെൻ ദ ഡിറ്റർമിനന്റ് ഓഫ് ദ ഗിവൺ മെട്രിക്സ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പം ഡിറ്റർമിനന്റ് ഒരുപാട് പ്രോപ്പർട്ടീസ് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. അതിൽ മെയിൻ ആയിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ് ഒരു റോയിലോ അല്ലെങ്കിൽ കോളത്തിലോ ഒരു കോമൺ ഫാക്ടർ ഉണ്ടെങ്കിൽ അത് നമുക്ക് ഡിറ്റർമിനന്റ് പുറത്തോട്ട് എടുക്കാം. ഓരോ റോയ്ക്കും അല്ലെങ്കിൽ ഓരോ കോളത്തിനും ഇത് ബാധകമാണ്. അപ്പം നമുക്ക് ഇവിടെ തന്നിട്ടുള്ള ഈ ഒരു ഡിറ്റർമിനന്റിലെ ഫസ്റ്റ് റോ നോക്കുവാണെങ്കിൽ അവിടെ എ കോമൺ ആണ്, സെക്കൻഡ് റോയിൽ ബി കോമൺ ആണ് ആൻഡ് തേർഡ് റോയിൽ സി കോമൺ ആണ്. അപ്പം എനിക്ക് ഈ ഡിറ്റർമിനന്റിനെ ഇങ്ങനെ എഴുതാം. ഫസ്റ്റ് റോയിൽ നിന്ന് എനിക്ക് എ പുറത്തേക്ക് എടുക്കാം, സെക്കൻഡ് റോയിൽ നിന്ന് ബി പുറത്തേക്ക് എടുക്കാം ആൻഡ് തേർഡ് റോയിൽ നിന്ന് സി പുറത്തേക്ക് എടുക്കാം. അപ്പൊ ബാക്കിയുള്ളത് മൈനസ് എ ബി സി. ഇവിടെ നമ്മൾ ബി ആണ് പുറത്തിട്ടുള്ളത്, സോ എ മൈനസ് ബി സി എന്ന് വരും. ഇവിടെ സി പുറത്തെടുത്തുള്ളത് കൊണ്ട് എ ബി മൈനസ് സി എന്ന് വരും. ഇനി നോക്കുവാണെങ്കിൽ നമുക്ക് ഓരോ കോളം വൈസ് നോക്കുമ്പോൾ എ ബി സി എന്നുള്ള നമ്പേഴ്സ് ഓരോ കോളത്തിലും കോമൺ ആയിട്ട് നമുക്ക് കാണുന്നുണ്ട്. അപ്പോൾ ആ നമ്പേഴ്സും കൂടെ ഞാൻ പുറത്തേക്ക് എടുക്കുവാണ്. ദിസ് ഈസ് ഈക്വൽ ടു, ഇവിടെ ഒരു ഓൾറെഡി എ ബി സി ഉണ്ട്, അത് കൂടാതെ ഒരു എ ബി സി കൂടെ എനിക്ക് പുറത്തേക്ക് എടുക്കാൻ സാധിക്കും. ബാക്കിയുള്ളത് ഫസ്റ്റ് കോളത്തിൽ -1 1, സെക്കൻഡ് കോളത്തിൽ 1 -1 1 ആൻഡ് തേർഡ് കോളത്തിൽ 1 -1. ഇനി ഇത് വളരെ സിമ്പിൾ ആണ്. ഈ ഒരു ഡിറ്റർമിനന്റ് വാല്യൂ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആൻസർ ആയി. ഈ ഡിറ്റർമിനന്റിന്റെ വാല്യൂ നമുക്ക് വേണമെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് കണ്ടുപിടിക്കാം, അല്ലെങ്കിൽ റോ എക്കലോൺ ഫോം യൂസ് ചെയ്തിട്ടും ചെയ്യാവുന്നതാണ്. ഇവിടെ റോ എക്കലോൺ ഫോം ഉപയോഗിക്കുന്നതാണ് എളുപ്പം എന്ന് തോന്നുന്നു. കാരണം ഫസ്റ്റ് റോയിലെ ഫസ്റ്റ് എലമെന്റ്, നമ്മുടെ പിവറ്റ് എലമെന്റ് -1 ആണ്, അതിന് താഴെ രണ്ടും 1 ആണ്. സോ നമുക്കൊരു റോ ട്രാൻസ്ഫോർമേഷൻ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നമുക്ക് 0 ആക്കാൻ സാധിക്കും. എന്നിട്ട് ഡിറ്റർമിനന്റ് വളരെ എളുപ്പത്തിൽ കാണാൻ സാധിക്കും. അപ്പൊ അങ്ങനെ ചെയ്യുവാണെങ്കിൽ R2 ചേഞ്ചസ് ടു R2 പ്ലസ് R1 അതുപോലെ തന്നെ R3 ചേഞ്ചസ് ടു R3 പ്ലസ് R1 ചെയ്യാൻ സാധിക്കും. ഇങ്ങനത്തെ റോ ട്രാൻസ്ഫോർമേഷൻസ് ചെയ്യുമ്പോൾ ഡിറ്റർമിനന്റിന് വാല്യൂവിൽ വ്യത്യാസം വരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇതെല്ലാം ഇത്തരം റോ ട്രാൻസ്ഫോർമേഷൻസ് എല്ലാം ചെയ്യുന്നത് സേഫ് ആണ്. സോ ദിസ് ഈസ് ഈക്വൽ ടു, ഈ എ ബി സി ഹോൾ സ്ക്വയർ ഉണ്ട് പുറത്ത്. ബാക്കി ട്രാൻസ്ഫോർമേഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് റോ അതുപോലെ തന്നെ ഇരിക്കും. സെക്കൻഡ് റോ ആണെങ്കിൽ നമുക്ക് ആഡ് ആണ് ചെയ്യേണ്ടത് ഫസ്റ്റ് റോ ആയിട്ട്. സോ 0 0 2 ആൻഡ് ദിസ് വിൽ ബി 0 2 0. ഇനി ഫസ്റ്റ് കോളത്തിന് വിത്ത് റെസ്പെക്ട് ടു ഞാൻ ഡിറ്റർമിനന്റ് എടുക്കുവാണെങ്കിൽ എനിക്ക് കിട്ടും ദിസ് ഇസ് ഈക്വൽ ടു എ ബി സി ഹോൾ സ്ക്വയർ ഇൻറ്റു -1 ഇൻറ്റു 0 -4, that is -4. So that is equal to ABC whole square into 4 എന്ന് കിട്ടും. ABC equal to 1 എന്ന് തന്നിട്ടുണ്ട്. Therefore ഇതിന്റെ വാല്യൂ 1 square into 4 which is equal to 4 എന്ന് നമുക്ക് കിട്ടും. സോ ഡിറ്റർമിനന്റിന്റെ പ്രോപ്പർട്ടീസ് പക്ക ഉപയോഗിച്ചിട്ട് ചെയ്തിട്ടുള്ള ഒരു പ്രോബ്ലം ആണ്. ഇതിന്റെ ആൻസർ വന്നിട്ട് ഓപ്ഷൻ ഡി 4. അടുത്തൊരു ചോദ്യത്തിലേക്ക് പോകാം. മാർക്ക് ദ റോങ് സ്റ്റേറ്റ്മെന്റ്. ഇവിടെയും ഡിറ്റർമിനന്റിന്റെ പ്രോപ്പർട്ടീസ് ആണ് ചോദിച്ചിട്ടുള്ളത്. ഡിറ്റർമിനന്റ് ഓഫ് എ ബി ഈസ് ഈക്വൽ ടു ഡിറ്റർമിനന്റ് ഓഫ് എ ഇൻറ്റു ഡിറ്റർമിനന്റ് ഓഫ് ബി നമുക്ക് അറിയുന്ന കാര്യമാണ്. അത് ട്രൂ സ്റ്റേറ്റ്മെന്റ് ആണ്. അതുപോലെ തന്നെ എ ഇൻവേഴ്സിന്റെ ഡിറ്റർമിനന്റ് എയുടെ റെസിപ്രോക്കൽ ആയിരിക്കും. എ ട്രാൻസ്പോസിന്റെയും എയുടെയും ഡിറ്റർമിനന്റ് സെയിമും ആയിരിക്കും. സോ ഈ 3 സ്റ്റേറ്റ്മെന്റ്സും ട്രൂ സ്റ്റേറ്റ്മെന്റ്സ് ആണ്. ദെർഫോർ നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആയിരിക്കും. ഓപ്ഷൻ ഡി എന്താണ് പറയുന്നത്? റാങ്ക് എ ഈസ് ഈക്വൽ ടു ഓർഡർ ഓഫ് എ ഇഫ് ഡിറ്റർമിനന്റ് എ ഈക്വൽസ് ടു 0. അത് റോങ് സ്റ്റേറ്റ്മെന്റ് ആണ്. ആ സ്റ്റേറ്റ്മെന്റ് എങ്ങനെയായിരിക്കും ശരിയാകുന്നത്? റാങ്ക് ഓഫ് എ വിൽ ബി ഈക്വൽ ടു ഓർഡർ ഓഫ് എ ഇഫ് ഡിറ്റർമിനന്റ് എ നോട്ട് ഈക്വൽസ് ടു 0. റാങ്ക് ഓഫ് എ ഈക്വൽ ടു ഓർഡർ ഓഫ് എ ഇഫ് ഡിറ്റർമിനന്റ് എ നോട്ട് ഈക്വൽസ് ടു 0. ഒരു നോൺ സിംഗുലർ മെട്രിക്സിന് ഈ പറയുന്ന സ്റ്റേറ്റ്മെന്റ് ട്രൂ ആയിരിക്കും. സോ അതാണ് ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരം. ഓപ്ഷൻ ഡി ഇസ് ദി റോങ് സ്റ്റേറ്റ്മെന്റ്. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഇഫ് ദ നള്ളിറ്റി ഓഫ് ദ മെട്രിക്സ് ഇസ് 1 then the value of k is, ഒരു 3/3 മെട്രിക്സ് തന്നിട്ടുണ്ട്. ഇതിന്റെ നള്ളിറ്റി 1 ആണെന്നും തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ മെട്രിക്സിൽ കെയുടെ വാല്യൂ എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്ക് നോക്കാം.
സോ റാങ്ക് നള്ളിറ്റി തിയറം ആണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. എ എന്ന് പറയുന്ന ഒരു മെട്രിക്സ് ആണുള്ളത്. ആൻഡ് ഈ മെട്രിക്സിന്റെ നമ്പർ ഓഫ് കോളംസ് ഈസ് ഈക്വൽ ടു n ആണെങ്കിൽ നമുക്ക് റാങ്ക് നള്ളിറ്റി തിയറം പ്രകാരം പറയാം റാങ്ക് ഓഫ് എ പ്ലസ് നള്ളിറ്റി ഓഫ് എ ഈസ് ഈക്വൽ ടു ദ നമ്പർ ഓഫ് കോളംസ് ദാറ്റ് ഇസ് n. ഇതാണ് റാങ്ക് നള്ളിറ്റി തിയറം പറയുന്നത്. സോ നമുക്കിവിടെ റാങ്ക് ഓഫ് എ അറിയില്ല. റാങ്ക് ഓഫ് എ പ്ലസ് നള്ളിറ്റി ഓഫ് എ, നള്ളിറ്റി ഓഫ് ദ മെട്രിക്സ് 1 ആണെന്ന് തന്നിട്ടുണ്ട്, വിച്ച് ഇസ് ഈക്വൽ ടു ദ നമ്പർ ഓഫ് കോളംസ് വിച്ച് ഇസ് 3. അപ്പൊ ഇവിടുന്ന് നമുക്ക് കിട്ടും റാങ്ക് ഓഫ് എ ഈക്വൽ ടു 2 ആണ്. സോ റാങ്ക് 2 ആയിട്ടുള്ള ഒരു മെട്രിക്സിലെ ഒരു എലമെന്റിന്റെ വാല്യൂ ആണ് ഇവിടെ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്. റാങ്ക് 2 ആണെങ്കിൽ ഈ ഒരു മെട്രിക്സിൽ 2 ലീനിയർലി ഇൻഡിപെൻഡന്റ് റോസും ഒരു ലീനിയർലി ഡിപെൻഡന്റ് റോയും നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ ഇവിടുത്തെ ഈ R2ഉം R3ഉം നോക്കിക്കഴിഞ്ഞാൽ ദേ ആർ നോട്ട് ലീനിയർലി ഡിപെൻഡന്റ്, ദേ ആർ ഇൻഡിപെൻഡന്റ് വിത്ത് ഈച്ച് അതർ. പക്ഷെ നമുക്ക് R1ഉം R2 നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാകും K ഈസ് ഈക്വൽ ടു 1 ആണെങ്കിൽ ഫസ്റ്റ് റോയും സെക്കൻഡ് റോയും ഈക്വൽ ആയിരിക്കും. ഫസ്റ്റ് റോ ഈസ് ഈക്വൽ ടു സെക്കൻഡ് റോ എന്ന് കിട്ടും. therefore നമുക്ക് പറയാൻ സാധിക്കും ഈ ഒരു മെട്രിക്സിന്റെ റാങ്ക് 2 ആണെന്ന്. therefore K ഈസ് ഈക്വൽ ടു 1 ആണെങ്കിൽ നമ്മുടെ മെട്രിക്സിന്റെ റാങ്ക് 2 ആയിരിക്കും. മെട്രിക്സിന്റെ റാങ്ക് 2 ആണെങ്കിൽ 2 plus 1 3, 3 is the number of columns. So റാങ്ക് നള്ളിറ്റി തിയറത്തിന്റെ ഒരു ആപ്ലിക്കേഷൻ ആണ് ഈ ഒരു പ്രോബ്ലത്തിൽ കണ്ടത്. സോ ഇവിടെ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ വരുന്നത്. ഈ വീഡിയോയിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. If A and B are symmetric matrices of the same order, then which of the following is true? എയും ബിയും ഒരേ ഓർഡറിലുള്ള രണ്ട് സിമെട്രിക് മെട്രിസസ് ആണെങ്കിൽ ഇതിൽ ഏതാണ് ശരി? അപ്പൊ സിമെട്രിക് മെട്രിസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എയും ബിയും സിമെട്രിക് ആയതുകൊണ്ട് എ ഈക്വൽ ടു എ ട്രാൻസ്പോസ് ആൻഡ് ബി ഈക്വൽ ടു ബി ട്രാൻസ്പോസ് ഇത് സാറ്റിസ്ഫൈ ചെയ്യുന്നതാണ്. അപ്പം എ ബി ഹോൾ ട്രാൻസ്പോസ് എടുക്കുവാണെങ്കിൽ ദിസ് ഇസ് ഈക്വൽ ടു ബി ട്രാൻസ്പോസ് ഇൻറ്റു എ ട്രാൻസ്പോസ്. ട്രാൻസ്പോസിന്റെ പ്രോപ്പർട്ടിയാണ് അത്. അപ്പൊ ബി ട്രാൻസ്പോസ് ബി ആണെന്ന് നമുക്കറിയാം, അതുപോലെ എ ട്രാൻസ്പോസ് എ ആണെന്നും അറിയാം. അതിന്റെ അർത്ഥം എ ബി ഹോൾ ട്രാൻസ്പോസ് ഇസ് ഈക്വൽ ടു ബി എ എന്ന് നമുക്ക് കിട്ടി. അപ്പം എ ബി സിമെട്രിക് ആകണമെങ്കിൽ ഇഫ് എ ബി ഇസ് സിമെട്രിക് then എ ബി ഹോൾ ട്രാൻസ്പോസ് ഷുഡ് ബി ഈക്വൽ ടു എ ബി. ശരിയാണല്ലോ? അപ്പൊ ഇവിടെ എ ബി ഹോൾ ട്രാൻസ്പോസ് ബി എ ആണെന്ന് കിട്ടി. അപ്പം ഇത് രണ്ടിൽ നിന്നും കൂടെ നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. ഇംപ്ലൈസ് എ ബി ഇസ് സിമെട്രിക് ഇഫ് ആൻഡ് ഓൺലി ഇഫ് എ ബി ഈക്വൽ ടു ബി എ. ശരിയാണല്ലോ? എ ബി ഈക്വൽ ടു ബി എ ആണെങ്കിൽ നമുക്ക് സിമെട്രിക് ആണ് എ ബി എന്ന് പറയാൻ സാധിക്കും. അതാണ് നമുക്ക് ഇവിടെ ഒരു സ്റ്റേറ്റ്മെന്റിൽ നമ്മൾ പ്രൂവ് ചെയ്തത്. സോ ഓപ്ഷൻ ഡി ആണ് ഇവിടെ കറക്റ്റ് എന്ന് പറയാം. ഇനി ബാക്കി ഓപ്ഷൻസ് ഒക്കെ എപ്പോഴും തെറ്റാണോ, അതെങ്ങനെയാണ് പ്രൂവ് ചെയ്യുന്നത്? നമുക്ക് കൗണ്ടർ എക്സാമ്പിൾസ് വെച്ചിട്ട് പ്രൂവ് ചെയ്യാൻ സാധിക്കും. എയും ബിയും സിമെട്രിക് മെട്രിസസ് ആണെങ്കിൽ എ ബി ഓൾവേസ് സിമെട്രിക് ആണോ എന്നുള്ളതാണ് ചോദ്യം. അതിനൊരു കൗണ്ടർ എക്സാമ്പിൾ എടുക്കാം. എ ഇസ് ഈക്വൽ ടു 1 2 2 1 1 2 2 1 വിച്ച് ഇസ് സിമെട്രിക്. അതുപോലെ ബി ഇസ് ഈക്വൽ ടു -1 3 3 0. അങ്ങനെയാണെങ്കിൽ എ ബിയുടെ വാല്യൂ എന്ന് പറയുന്നത് നമുക്ക് 5 3 1 6 എന്ന് കിട്ടും, വിച്ച് ഇസ് നോട്ട് സിമെട്രിക്. ഇവിടെ ഈവൻ ഇഫ് എ ആൻഡ് ബി ആർ സിമെട്രിക് നമുക്ക് എ ബി സിമെട്രിക് അല്ല എന്നാണ് കിട്ടിയത്. അതുപോലെ തന്നെ എ ബി ക്യൂ സിമെട്രിക് അല്ല എന്ന് നമുക്ക് ഇവിടുന്ന് കിട്ടി. സോ ഓപ്ഷൻ എയും ഓപ്ഷൻ സിയും അവിടുന്ന് തന്നെ തെറ്റാണെന്ന് പ്രൂവ് ചെയ്യാം. ഇനി എ ബി ഇസ് നെവർ സിമെട്രിക് എന്ന് പറയുന്നതും തെറ്റാണെന്ന് പറയാം. കാരണം എ ബി ഈക്വൽ ടു ബി എ കമ്മ്യൂട്ടേറ്റിവിറ്റി സാറ്റിസ്ഫൈ ചെയ്യുന്ന മെട്രിസസ് ആണെങ്കിൽ എ ബി വിൽ ബി സിമെട്രിക്. സോ അതുകൊണ്ട് നമുക്ക് ഓപ്ഷൻ ബിയും തെറ്റാണെന്ന് പറയാം. നമ്മുടെ ഇവിടുത്തെ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി. സോ ഇതുപോലത്തെ മറ്റു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. താങ്ക് യു.